നമസ്കാരം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് കേരള ചരിത്രം എന്ന സിലബസ് ഭാഗത്തെ റിവിഷൻ ക്ലാസ് ആണ്. 4 ക്ലാസുകൾ കൊണ്ട് യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ ഐക്യ കേരളം വരെയുള്ള വസ്തുതകൾ നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 10 ക്ലാസുകൾ ഇതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. ആ ക്ലാസുകൾ കൂടി കാണാൻ ശ്രമിക്കുക. ഞാൻ ശ്യാം പെരുന്നാട്. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം ഇതാണ്: ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ ആരെല്ലാമാണ്? ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശികളാണ് അറബികൾ. അറബികൾക്ക് ശേഷം എത്തിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാര്, ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാര്. ഇന്ത്യയിലേക്ക് വന്ന അവസാനത്തെ വിദേശികളാണ് ആര്? ഫ്രഞ്ചുകാര്. ഇതിൽ അറബികളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികളാണ് ആര്? പോർച്ചുഗീസ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയും ഇന്ത്യയിൽ നിന്ന് അവസാനം വിട്ടുപോയ യൂറോപ്യൻ ശക്തിയും ആരാണ്? പോർച്ചുഗീസ് ആണ്. അപ്പൊ ആദ്യം വന്നു, അവസാനം പോയി. ആരാ? യൂറോപ്യൻസ്, പോർച്ചുഗീസ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തികളാണ് ആര്? പോർച്ചുഗീസ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ എവിടെയാണ് ആസ്ഥാനം? അത് ഗോവയാണ്, അല്ലെ? ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനമാണ് എവിടെ? ഗോവ. അങ്ങനെയാണെങ്കിൽ ഗോവ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ച വർഷം എന്നാണ്? 1961 ഡിസംബർ മാസം 19. അതല്ലേ ഗോവ വിമോചനം? അപ്പൊ എന്നാണ് ഗോവ വിമോചനം? 1961 ഡിസംബർ മാസം 19. ആ ഗോവ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ച സൈനിക നടപടി അറിയപ്പെട്ട പേരാണെന്ത്? ഓപ്പറേഷൻ വിജയ്. കൂടെ ഓർത്തു വെച്ചേക്കണം, ആദ്യം വന്ന യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം വിട്ടുപോയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? അല്ലെ? ഇന്ത്യയിൽ നിന്ന് ആദ്യം വിട്ടുപോയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? അതിന്റെ ആൻസർ ഡച്ച് ആണ്. പരസ്പരം മാറല്. ആദ്യം വന്നത് പോർച്ചുഗീസ്, ആദ്യമേ പോയത് ഡച്ച്, അവസാനം പോയത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. നമുക്കിനി അറിയേണ്ട കാര്യം, ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാര് അറിയപ്പെട്ട മറ്റൊരു പേരെന്താണ്? ആ പേരെന്താണ്? പറങ്കികൾ. ഓർത്തു വെച്ചേക്കണേ. അപ്പോൾ പറങ്കികൾ എന്ന് അറിയപ്പെട്ട യൂറോപ്യൻ ശക്തികൾ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ മതവിഭാഗം ഏതാണ്? പോർച്ചുഗീസുകാരുടെ മതവിഭാഗം ഏതാണ്? കത്തോലിക്ക മതവിഭാഗം. മറന്നുപോകല്ല, പോർച്ചുഗീസുകാരുടെ മതവിഭാഗമാണ് ഏത്? കത്തോലിക്ക മതവിഭാഗം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആരാണ്? ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആരാണ്? അത് വാസ്കോ ഡ ഗാമയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വാസ്കോ ഡ ഗാമ എത്ര തവണയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്? എത്ര തവണയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്? 3 പ്രാവശ്യം. ആ 3 വർഷവും പഠിച്ചേ പറ്റൂ. ആദ്യമായിട്ട് വന്ന വർഷം 1498 മെയ് 20. ആദ്യം പഠിക്കുമ്പോൾ ഈ മാസം കൂടെ പഠിച്ചു വെച്ചേക്കണം. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന വർഷം എന്നാണ്? 1498 മെയ് 20. ഈ വാസ്കോ ഡ ഗാമ രണ്ടാമതായിട്ട് ഇവിടേക്ക് വന്ന വർഷം 1502. നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമതായിട്ട് 502. അവസാനമായിട്ട് വന്ന വർഷമാണ് 1524. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ഗാമ 3 പ്രാവശ്യം വന്നു. വന്ന വർഷങ്ങള് 1498, 1502, 1524. അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി 1500 കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരൻ ആരാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരന്റെ പേരെന്താണ്? പെട്രോ അൽവാരിസ് കബ്രാൾ. നമ്മൾ പഠിക്കുമ്പോൾ കബ്രാൾ എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പൊ കബ്രാള് ഇവിടെ വന്ന വർഷം ഏതാണ്? 1500 ആണ്. ഈ വ്യക്തി അറിയപ്പെടുന്ന പേരെന്താണ്? വാസ്കോ ഡ ഗാമയുടെ പിൻഗാമി എന്നാണ്. കൂടെ പഠിച്ചോണം, കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചു. അപ്പൊ കൊച്ചിയില് പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസുകാരനാണ് ആര്? പെട്രോ അൽവാരിസ് കബ്രാള്. നമ്മൾ പറഞ്ഞിരുന്നു വാസ്കോ ഡ ഗാമ 3 പ്രാവശ്യം ഇവിടേക്ക് വന്നു എന്ന്. അവസാനമായിട്ട് വന്ന വർഷമായിരുന്നു ഏത്? 1524. ആ വന്ന സമയത്ത് അദ്ദേഹം വെറും ഒരു പോർച്ചുഗീസുകാരനല്ല, മറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു പദവിയുണ്ട്. അതിന്റെ പേരാണ് വൈസ്രോയി.
അപ്പൊ ഓർത്ത് വെച്ചേക്കണം, വാസ്കോഡ ഗാമയുടെ എത്രാമത്തെ ഇന്ത്യ സന്ദർശന സമയത്താണ് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇവിടേക്ക് എത്തിയത്? എത്രാമത്തെയാണ്? മൂന്നാമത്തെ. ആ വന്ന വർഷമാണ് ഏത്? 1524. അവിടെ കൂടെ ഓർത്ത് വെച്ചേക്കണം, മൂന്നാമത്തെ പ്രാവശ്യം വന്ന വർഷം 1524. അതേ വർഷം കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടു ആര്? വാസ്കോഡ ഗാമ. അപ്പോൾ മൂന്നാമത്തെ ഇന്ത്യ സന്ദർശന സമയത്താണ് ആര് മരണപ്പെട്ടത്? വാസ്കോഡ ഗാമ. ഓർത്ത് വെച്ചേക്കണം, കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ട പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ചോദ്യം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ട പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് വാസ്കോഡ ഗാമയാണ്. മരണപ്പെട്ട വർഷമാണ് ഏത്? 1524. അന്ന് അടക്കിയ പള്ളിയാണ് കൊച്ചിയിലെ സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്. ഓർത്ത് വെച്ചേക്കണം. അപ്പൊ കൊച്ചിയിലെ സെയിന്റ് ഫ്രാൻസിസ് ചർച്ചിൽ ആരെ അടക്കി? വാസ്കോഡ ഗാമയെ. ഏത് വർഷമാണ്? 1524. ഓർത്ത് വെച്ചേക്കണം, വാസ്കോഡ ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയ വർഷം 1498 ആണെങ്കിൽ ആ വന്നിറങ്ങിയ സ്ഥലമാണ് ഏത്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി ബീച്ച്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി ബീച്ച്. സ്കൂൾ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്കിൽ വന്നിറങ്ങിയ പഞ്ചായത്തിന്റെ പേരെന്താണ്? ആ പഞ്ചായത്തിന്റെ പേരാണ് ചേമഞ്ചേരി പഞ്ചായത്ത്. അതിന്റെ പേരെന്താണ്? ചേമഞ്ചേരി പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ കപ്പലിന്റെ പേരെന്തുവാണ്? സെയിന്റ് ഗബ്രിയേല്. എന്താ പറഞ്ഞ പേര്? സെയിന്റ് ഗബ്രിയേല്. വാസ്കോഡ ഗാമയെ അനുഗമിച്ച കപ്പലുകൾ, വാസ്കോഡ ഗാമയുടെ കൂടെ വന്ന കപ്പലുകൾ സെയിന്റ് റാഫേല്, സെയിന്റ് ബെറിയോ. ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ സെയിന്റ് റാഫേല്, സെയിന്റ് ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോഡ ഗാമയെ അനുഗമിച്ച കപ്പലുകൾ. അങ്ങനെയാണെങ്കിൽ വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാണിച്ച കോഴിക്കോട്ടെ ഭരണാധികാരി ആരാണ്? മാനവിക്രമ സാമൂതിരി. മറന്നുപോകല്. വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാണിച്ച കോഴിക്കോട്ടെ ഭരണാധികാരി ആരാണ്? മാനവിക്രമ സാമൂതിരി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 1524 വാസ്കോഡ ഗാമ മരണപ്പെടുമ്പോൾ അദ്ദേഹം ആരാണ്? ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആരാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി? അതിന്റെ ആൻസർ ആണ് അൽമേഡ. മറന്നുപോകല്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് അൽമേഡയാണ്. നമ്മൾ അൽമേഡയെ കുറിച്ച് പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കണം. നമുക്കൊന്നറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സെയിന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അല്ലെ, കണ്ണൂരിലാണ് സെയിന്റ് ആഞ്ചലോസ് കോട്ട. സ്ഥാപിച്ച വർഷം 1505 ആണ്. അത് സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. കൂടെ ഓർത്ത് വെച്ചേക്കണം, നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയിമാരാണ്? അൽമേഡയാണ്. അപ്പൊ അൽമേഡയ്ക്ക് 3 പോയിന്റ്സുകൾ പറഞ്ഞു. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി, കണ്ണൂരിൽ സെയിന്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ചു, നീല ജലനയം. ഇതൊക്കെ ആരാ ആൻസർ? അൽമേഡ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എക്സാമുകൾക്ക് പ്രീവിയസ് ആയ ചോദ്യമല്ലേ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അല്ലെ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അതിന്റെ ആൻസർ ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? അൽബുക്കർക്ക്. ഓർത്ത് വെച്ചേക്കണം, ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. അപ്പൊ ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയിയും ആരായിരിക്കും? അത് അൽബുക്കർക്കാണ്. അപ്പൊ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഗോവ പിടിച്ചെടുത്തു, ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. ആ വ്യക്തിയുടെ ഏറ്റവും ഫേമസ് ആയ എക്സാമുകൾക്ക് പ്രീവിയസ് ആയ ഒരു ചോദ്യമുണ്ട്, സങ്കരവാസ സങ്കേതം അല്ലെങ്കിൽ മിശ്ര കോളനി സമ്പ്രദായം ഇന്ത്യയിൽ ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. മറക്കല്ല്. അപ്പൊ സങ്കരവാസ സങ്കേതം ആരാ? അതിന്റെ ആൻസർ അൽബുക്കർക്കാണ്. കൂടെ പഠിച്ചോണം, ഇന്ത്യയിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. മറക്കരുത്. ഇന്ത്യയിലെ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് അൽബുക്കർക്കാണ്. നാണയ സമ്പ്രദായം ആരംഭിച്ചു. അപ്പൊ സതി നിരോധിച്ചു, നാണയ സമ്പ്രദായം ആരംഭിച്ചു. രണ്ടും ആരാ ആൻസർ? അൽബുക്കർക്ക്. ഒരുപാട് എക്സാമുകൾക്ക് പ്രീവിയസ് ആയ ഏറ്റവും ബേസ് ആയ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 ആര് സ്ഥാപിച്ചു? അൽബുക്കർക്ക്. മറക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട സ്ഥാപിച്ച
വർഷം ഏതാണ്? 1503. സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് അൽബുക്കർക്കാണ്. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ച കലാരൂപമാണ് ഏത്? ചവിട്ട് നാടകം. മറന്നുപോകല്ലേ, ക്രിസ്തീയ കഥകളി എന്നറിയപ്പെട്ട ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യന്മാരാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. കൂടെ പഠിച്ചോണം, ശാസ്ത്രീയമായ കൃഷിരീതി അല്ലെ, ശാസ്ത്രീയമായ കൃഷിരീതി ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻസും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എത്തിപ്പെട്ട പോർച്ചുഗീസുകാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെ, ഇന്ത്യയിൽ ഇന്ന് ഉപയോഗിക്കുന്ന പോർച്ചുഗീസുകാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ അടുക്കിന് ഞാൻ അങ്ങ് പറയാൻ പോവാണ്. കേട്ടോണം, ശ്രദ്ധിച്ചോണം, പഠിച്ചോണം. ആദ്യം മരച്ചീനി അല്ലെ, കൈതച്ചക്ക, കശുവണ്ടി, പപ്പായ, പുകയില, പേരയ്ക്ക, വറ്റൽമുളക്, ഇവയെല്ലാം ആരുടെ സംഭാവനകളാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. കൂടാതെ ചവിട്ട് നാടകം പ്രോത്സാഹിപ്പിച്ചു ആര്? പോർച്ചുഗീസുകാര്. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഓർത്തു വെച്ചേക്കണം. ഇനി ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ പോർച്ചുഗീസുകാർക്ക് കേരളത്തില് എതിർപ്പ് നേരിടേണ്ടി വന്ന രാജവംശമാണ് ഏത്? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ രാജവംശം. അങ്ങനെയാണെങ്കിൽ ഈ സാമൂതിരിമാരുമായിട്ട് പോർച്ചുഗീസുകാർ പല പ്രാവശ്യം യുദ്ധം ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് സാമൂതിരി 2 പ്രാവശ്യം ഓരോ സന്ധിയിൽ ഒപ്പിട്ടു. ഒന്നിന്റെ പേര് കണ്ണൂർ സന്ധി, അടുത്തതിന്റെ പേര് പൊന്നാനി സന്ധി. നമ്മൾ പഠിക്കുമ്പോൾ ആ സന്ധിയുടെ വർഷങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഏത് വർഷമാണ് കണ്ണൂർ സന്ധി? 1513. ഏത് വർഷമാണ് പൊന്നാനി സന്ധി? 1540. മറന്നു പോകുമോ? അങ്ങനെയാണെങ്കിൽ എക്സാമിന് പ്രീവിയസ് ആയിട്ടുണ്ട്. സാമൂതിരിയുടെ പട്ടാഭിഷേക ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താണ് എന്ന് വെച്ചാൽ, ഒരു രാജാവ് നാട് നീങ്ങിയാൽ പുതിയ രാജാവിനെ കണ്ടെത്തുന്ന കോഴിക്കോട്ടെ രാജവംശത്തിന്റെ ആ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണെന്ത്? അരിയിട്ടുവാഴ്ച. മറക്കല്ല്. അപ്പൊ സാമൂതിരിയുടെ പട്ടാഭിഷേക ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്തുവാണ്? അരിയിട്ടുവാഴ്ച. അപ്പൊ സാമൂതിരിയുടെ കവി സദസ് അല്ലെങ്കിൽ വിദ്വൽ സദസ് അറിയപ്പെട്ട പേരാണ് 18 കവികൾ. ഓർത്തു വെക്കും ആ പേര്. 18 കവികൾ ആരുടെയാണ്? സാമൂതിരിയുടെ കവി സദസ് അറിയപ്പെട്ട പേരാണ് 18 കവികൾ. അതിൽ ആരാണ് അരക്കവി? പൂനം നമ്പൂതിരി. ആരാ അരക്കവി? അതില് പൂനം നമ്പൂതിരി. എങ്കിൽ സാമൂതിരിയുടെ പണ്ഡിത സമ്മേളനമാണ് രേവതി പട്ടത്താനം. ഓർത്തോണോ ആ ചോദ്യം? സാമൂതിരിയുടെ പണ്ഡിത സമ്മേളനമാണ് രേവതി പട്ടത്താനം. ആ കമ്മിറ്റി, ആ സമ്മേളനം വിളിച്ചു കൂടുന്ന സ്ഥലമാണ് കോഴിക്കോട് തളി ക്ഷേത്രം. ഇത്രയും പോയിന്റ്സുകൾ അവിടെ ഓർത്തു വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ടയാണ് ഏത്? ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ടയാണ് ഏത്? ചാലിയം കോട്ട. ഈ ചാലിയം കോട്ട തകർക്കുവാൻ വേണ്ടി സാമൂതിരി ഒരു പുതിയ കഥാപാത്രത്തെ കൊണ്ടുവരുന്നു. അവരുടെ പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, കുഞ്ഞാലി മരക്കാർമാർ ഒരു സ്ഥാനപ്പേരാണ്. അതിൽ മൂന്നാമൻ. എത്രാമനാണ്? മൂന്നാമൻ. അതിൽ മരക്കാർ മൂന്നാമനാണ് ഈ ചാലിയം കോട്ട തകർത്തു അല്ലെ. തകർത്തപ്പോൾ അത് ആരുടെ വിജയമാണ്? സാമൂതിരിയുടെ വിജയമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ചാലിയം കോട്ട തകർത്ത വിജയമാസ്പദമാക്കിയ ഒരു കൃതിയുണ്ട്. അറബി ഭാഷയിലെ കൃതിയാണ്. അതിന്റെ പേരാണ് ഫത്ഹുൽ മുബിൻ. ഓർത്തു വെച്ചേക്കണം. അപ്പൊ ചാലിയം കോട്ട തകർത്ത വിജയമാസ്പദമാക്കിയ പുസ്തകമാണ് ഇത്? ഫത്ഹുൽ മുബിൻ. ആ പുസ്തകം എഴുതിയ ആളുടെ പേര് ഖാസി മുഹമ്മദ്. ആ കൃതിയുടെ മലയാള അർത്ഥമാണ് വ്യക്തമായ വിജയം. പറഞ്ഞ പേരെന്താണ്? വ്യക്തമായ വിജയം. ഹിന്ദുവിനും മുസ്ലിമിനും വേണ്ടി ഒരുപോലെ പോരാടുന്ന ഈ ഹിന്ദു രാജാവിനെ, ഈ സാമൂതിരിയായ ഈ ഹിന്ദു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന് രേഖപ്പെടുത്തിയ കൃതിയാണ് ഏത്? ഫത്ഹുൽ മുബിൻ. ആ കൃതി എഴുതിയ ആളുടെ പേരെന്താണ്? ഖാസി മുഹമ്മദ്. അവിടെ മാറിപ്പോകരുത്. പഠിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച അറബിക്കാവ്യം. പറഞ്ഞു മനസ്സിലായോ? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ അറബിക്കാവ്യത്തിന്റെ പേരെന്താണ്? തുഫത്തുൽ മുജാഹിദീൻ. പറഞ്ഞ പേര് ഓർമ്മയുണ്ടോ? തുഫത്തുൽ മുജാഹിദീൻ. ഈ കൃതി എഴുതിയാളുടെ പേരാണ് സൈനുദ്ദീൻ ഷെയ്ഖ്. എഴുതിയാളുടെ പേരെന്താണ്? സൈനുദ്ദീൻ ഷെയ്ഖ്. അവിടെ കൂടെ പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യ
ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യ വ്യക്തി. ക്വസ്റ്റ്യൻ പറഞ്ഞു മനസ്സിലായോ? ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യ വ്യക്തി ആരാണ്? ജെയിംസ് കോറിയ. എന്താ പറഞ്ഞ പേര്? ജെയിംസ് കോറിയ. നമ്മൾ പറഞ്ഞായിരുന്നു ചാലിയം കോട്ട തകർത്ത വ്യക്തി ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ, സാമൂതിരിയുടെ നാവിക പടത്തലവൻ. ആരാള്? കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർമാർക്ക് മരക്കാറ് എന്ന സ്ഥാനപ്പേര് കൊടുത്ത വ്യക്തിമാരാണ് സാമൂതിരിമാരാണ്. എക്സാമിന് പ്രീവിയസ് ആയിട്ടുണ്ട്. എവിടെയാണ് മരക്കാർ സ്മാരകം? എവിടെയാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം? എവിടെയാത്? കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ്. കൂടെ പഠിച്ചോണം. ഏത് വർഷമാണ് മരക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? 2000. ഓർത്തു വെച്ചേക്കണം. മരക്കാർ സ്റ്റാമ്പ് 2000, മരക്കാർ സ്മാരകമാണെങ്കിൽ ഇരിങ്ങൽ, ജില്ലയുടെ പേര് കോഴിക്കോട്. അവിടെ മറന്നു പോകല്. ഇനി അറിയേണ്ട കാര്യം എന്താണ് ഉദയം പേരൂർ സുന്നഹദോസ് അല്ലെ? എന്താണ് കൂനൻ കുരിശ് സത്യം? ആ രണ്ട് സംഭവങ്ങളും പഠിക്കുമ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഓർത്തു വെക്കേണ്ടത് ഈ 2 വർഷങ്ങളാണ്. 1599 ഒരു സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദോസ്. സുന്നഹദോസ് എന്ന വാക്കിന്റെ അർത്ഥം സമ്മേളനം എന്നാണ്. ഒരു സ്ഥലപ്പേരാണ് ഉദയം പേരൂർ. കേരളത്തിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളെ റോമിലെ പോപ്പിന്റെ കീഴിലേക്ക് മാറ്റുവാൻ വേണ്ടി പോർച്ചുഗീസുകാര് 1599 ഉദയം പേരൂരിൽ വെച്ച് വിളിച്ചുകൂട്ടിയ ഒരു കമ്മിറ്റിയുടെ പേരാണ്, ഒരു സമ്മേളനമാണ് ഏത്? ഉദയം പേരൂർ സുന്നഹദോസ്. അത് വിളിച്ചുകൂട്ടിയ വർഷമാണ് ഏത്? 1599. അതിനുശേഷം 1653 നടന്ന മറ്റൊരു സംഭവമാണ് കൂനൻ കുരിശ് സത്യം. ഈ റോമിലെ പോപ്പിന്റെ കീഴിലുള്ള ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെ അനുസരിക്കത്തില്ല എന്ന് ഈ പറഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികൾ ഉറക്ക വിളിച്ചു പറയുന്നു. ആ വിളിച്ചു പറഞ്ഞ സ്ഥലമാണ് മട്ടാഞ്ചേരി. ആ സംഭവം അറിയപ്പെട്ട പേര് കൂനൻ കുരിശ് സത്യം. നടന്ന വർഷം ഏതാണ്? 1653 ആണ്. ഓർത്തു വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം, ഓരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷങ്ങളും പഠിച്ചു വരണം. അതിൽ പ്രധാനമാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1628. ഓർത്തു വെച്ചേക്കണേ. അപ്പോൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? 1628 ആണ്. നമുക്കിനി നേരെ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയ ഡച്ചുകാരെ കുറിച്ച് പഠിക്കാം. ആദ്യം അറിയേണ്ട കാര്യം, ഡച്ചുകാര് ആദ്യമായിട്ട് ഇന്ത്യയിൽ എവിടെയാണ് ഒരു ഫാക്ടറി സ്ഥാപിച്ചത്? ആ സ്ഥലപ്പേരാണ് മസൂലി പട്ടണം. മറക്കുമോ അത്? ഇപ്പൊ ഡച്ചുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഫാക്ടറി എവിടെ സ്ഥാപിച്ചു? അത് മസൂലി പട്ടണം. അങ്ങനെയാണെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം അല്ലെ? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമാണ് 1602. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ്. പറങ്കികൾ എന്നറിയപ്പെട്ട വ്യക്തികൾ ആരാണ്? അത് പോർച്ചുഗീസുകാരല്ലേ? അങ്ങനെയാണെങ്കിൽ ഡച്ചുകാരെ വിളിച്ചിരുന്ന പേരെന്താണ്? ലന്തക്കാർ. അപ്പൊ ലന്തക്കാർ എന്ന് അറിയപ്പെട്ട വ്യക്തികൾ ആരാണ്? അത് ഡച്ചുകാരാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? 1602 ആണ്. ഫസ്റ്റ് ഫാക്ടറി ആണെങ്കിലോ മസൂലി പട്ടണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഡച്ചുകാർ വരുമ്പോൾ ഇവിടെ ആരുണ്ട്? പോർച്ചുഗീസുകാരുണ്ട്. ഡച്ചുകാർ ആദ്യം ചെയ്ത കാര്യം വേറെ ഒന്നുമല്ല, പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ സ്ഥലമായിരുന്ന കൊല്ലം പിടിച്ചെടുത്തു. അപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്ത കേരളത്തിലെ ആദ്യത്തെ പ്രദേശമാണ് ഏത്? കൊല്ലം. കൊല്ലം പിടിച്ചെടുത്ത ശേഷം കൊച്ചി പിടിച്ചെടുത്തു. അപ്പൊ ഈ കൊല്ലവും കൊച്ചിയും ഒക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ഡച്ച് തലവന്റെ പേരാണ്, ഡച്ച് ക്യാപ്റ്റന്റെ പേരാണ് അഡ്മിറൽ വാൻ ഗോയുൻസ്. പറഞ്ഞ പേരെന്താണ്? അഡ്മിറൽ വാൻ ഗോയുൻസ് ആണ് കൊല്ലവും കൊച്ചിയും ഒക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത ഡച്ച് ക്യാപ്റ്റൻ. അവിടെ ഓർത്തു വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് വെട്ടം യുദ്ധം? ഏത് വർഷമാണ് വെട്ടം യുദ്ധം? 1691. ആദ്യം അറിയണം, വെട്ടം ഒരു സ്ഥലപ്പേരാണ്. അത് ജില്ലയാണ് ഏത്? മലപ്പുറം ജില്ല. സംഭവം ഒന്നുമില്ല. ഈ ഡച്ചുകാരുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് വന്ന രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയായ ഡച്ചുകാരുടെ
സഹായത്തോടെ സാമൂതിരി സ്വന്തം നാട്ടിലെ നാടുവാഴികളെ അടിച്ചമർത്തിയ യുദ്ധമാണ് ഏത്? വെട്ടം യുദ്ധം. ആ യുദ്ധം നടന്ന വർഷമാണ് ഏത്? 1691. അപ്പൊ എന്താണ് വെട്ടം യുദ്ധം? ഡച്ചുകാരുടെ സഹായത്തോടെ സാമൂതിരി സ്വന്തം നാട്ടിലെ നാടുവാഴികളെ അടിച്ചമർത്തിയ യുദ്ധമാണ് ഏത്? വെട്ടം യുദ്ധം. അതിന്റെ വർഷമാണ് ഏത്? 1691. ഓർത്തോണം, വെട്ടം ജില്ല ഏതാണ്? അത് മലപ്പുറം ജില്ലയാണ്. അങ്ങനെയാണെങ്കിൽ ഡച്ചാധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധം, ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? ഡച്ചാധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. അപ്പൊ പഠിച്ചോണം, ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം? 1741. അപ്പൊ 1741 ഓഗസ്റ്റ് 10 ആണ് ഏത്? കുളച്ചൽ യുദ്ധം. അപ്പൊ ഈ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ രാജാവായ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കൂടെ. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കൂടെ നടത്തിയ യുദ്ധമാണ് ഏത്? വെട്ടം യുദ്ധം. അതിന്റെ വർഷമാണ് ഏത്? 1741. സ്വാഭാവികമായും ആ യുദ്ധത്തിൽ ആര് ജയിച്ചു? മാർത്താണ്ഡവർമ്മ. ആര് പരാജയപ്പെട്ടു? ഡച്ചുകാര്. ആ ഡച്ച് തലവന്റെ പേരാണ് എന്ത്? ക്യാപ്റ്റൻ ഡില്ലനോയി. ആ പേര് മറന്നു പോകല്ലേ. കുളച്ചൽ യുദ്ധ സമയത്തെ ഡച്ച് തലവന്റെ പേരെന്താണ്? ക്യാപ്റ്റൻ ഡില്ലനോയി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ, അല്ലെ? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താന് എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ്? ക്യാപ്റ്റൻ ഡില്ലനോയി ആണ്. എങ്കിൽ എവിടെയാണ് ക്യാപ്റ്റൻ ഡില്ലനോയിയുടെ സ്മാരകം? അത് ഉദയഗിരിക്കോട്ട. ക്യാപ്റ്റൻ ഡില്ലനോയി സ്മാരകം എവിടെയാണ്? ഉദയഗിരിക്കോട്ടയാണ്. ഉദയഗിരിക്കോട്ട സ്ഥാപിച്ച രാജാവാണ് വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മ. മറന്നുപോകല്ലേ. ഉദയഗിരിക്കോട്ട ആര് സ്ഥാപിച്ചു? വേണാട്ടിലെ രാജാവായിരുന്ന വീരരവിവർമ്മയാണ്. ഈ ഉദയഗിരിക്കോട്ട പുതുക്കി പണിത തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ആ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാര് നടത്തിയ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. ഇനി ഓർത്തു വെച്ചേക്കണം, കുളച്ചൽ യുദ്ധത്തിന്റെ അനന്തര ഫലമായി ഉണ്ടായ 1753 സന്ധിയാണ് ഏത്? മാവേലിക്കര സന്ധി. മറന്നുപോകല്. ഡച്ചാധിപത്യം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണേത്? മാവേലിക്കര സന്ധി. ഡച്ചാധിപത്യം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണേത്? മാവേലിക്കര സന്ധി. അപ്പൊ ഏത് വർഷമാണ് മാവേലിക്കര സന്ധി? 1753 നമ്മൾ പറഞ്ഞായിരുന്നു, പോർച്ചുഗീസുകാരുടെ മതവിഭാഗമാണ് ഏത്? കത്തോലിക്ക മതവിഭാഗം. അങ്ങനെയാണെങ്കിൽ ഡച്ചുകാരുടെ മതവിഭാഗം ഏതാണ്? പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗം. ഒരിക്കലും വിട്ടുപോകല്. ഡച്ചുകാരുടെ മതവിഭാഗമാണ് ഏത്? പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗം. ഈ ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? അത് ഡച്ചുകാരുടെ സംഭാവനയാണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിച്ച ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോർത്തൂസ് മലബാറിക്കസ് അറിയപ്പെട്ട 2 പേരുണ്ട്, അല്ലെ? കേരളത്തിന്റെ പൂന്തോട്ടം, മലബാറിന്റെ പൂന്തോട്ടം, കേരളാരമം എന്നീ പേരുകളിൽ ഒക്കെ അറിയപ്പെട്ട പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അഡ്മിറൽ വാൻ റീഡ്. ആ പേര് മറന്നു പോകല്ലേ. അഡ്മിറൽ വാൻ റീഡ്. ഒരു ഗ്രന്ഥമല്ലേ അത്? ഒരു പുസ്തകമല്ലേ അത്? അപ്പൊ ആ പുസ്തകം വായിക്കാൻ വേണ്ടിയല്ലേ? വായിക്കുക. അപ്പൊ ആ വാക്കെന്താണ്? റീഡ്. അഡ്മിറൽ വാൻ റീഡിന്റെ നേതൃത്വമാണ് ഏത് ഗ്രന്ഥത്തിന്? ഹോർത്തൂസ് മലബാറിക്കസിന്. അങ്ങനെയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസുമായിട്ട് ബന്ധപ്പെട്ട ഈഴവ വൈദ്യന്റെ പേരെന്താണ്? ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട ഈഴവ വൈദ്യന്റെ പേരെന്താണ്? ഇട്ടി അച്യുതന്. ഈ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട ബ്രാഹ്മിൻസ് ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? KS മണിലാല്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തു വെച്ചേക്കണം. എന്തുമായി ബന്ധപ്പെട്ട്? ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട്. നമ്മൾ പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. കൂടെ പഠിച്ചോണം, നെൽകൃഷിയും തെങ്ങ് കൃഷിയും ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ചു. നെൽകൃഷിയും തെങ്ങ് കൃഷിയും ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ചു. ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ? ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന ആദ്യത്തെ വൃക്ഷമാണ് ഏത്? തെങ്ങ്. അതുകൊണ്ടാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. 1744 ബോൾഗാട്ടി പാലസ്.
1744 ബോൾഗാട്ടി പാലസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ്, ബോൾഗാട്ടി പാലസ്, തെങ്ങ് കൃഷി, നെൽകൃഷി പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെ ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. നമ്മൾ ഇനി അറിയേണ്ട കാര്യം, ഇന്ത്യയിലേക്ക് വന്ന അവസാനത്തെ യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഫ്രഞ്ചുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രഞ്ചുകാരെ വിളിച്ചിരുന്ന പേരെന്താണ്? പരന്ത്രീസുകാര്. മറന്നുപോകല്ലേ, ഫ്രഞ്ചുകാരെ വിളിച്ചിരുന്ന പേരെന്താണ്? പരന്ത്രീസുകാര്. വളരെ കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ആരെ കുറിച്ച് പഠിക്കാനുള്ളൂ, ഫ്രഞ്ചുകാരെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഓർത്തു വച്ചേക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ജനറൽ, അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ജനറലിന്റെ പേരെന്താണ്? ഫ്രാങ്കോയിഡ് മാർട്ടിൻ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ജനറലിന്റെ പേരെന്താണ്? ഫ്രാങ്കോയിഡ് മാർട്ടിൻ. ഈ പറഞ്ഞ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. അപ്പൊ ഓർക്കാൻ എളുപ്പമല്ലേ, പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട വ്യക്തിമാരാണ്? ഫ്രാങ്കോയിഡ് മാർട്ടിൻ. ഓർത്ത് വെച്ചോണം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. സ്ഥാപകന്റെ പേര് കോൾബർട്ട്. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരാ സ്ഥാപിച്ചേ? കോൾബർട്ട്. ഇത് സ്ഥാപിക്കുമ്പോഴത്തെ ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 14. മറന്നുപോകല്ലേ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോഴത്തെ ഫ്രഞ്ച് ഭരണാധികാരി ആരാണ്? ലൂയി 14 സ്ഥാപിച്ച ഫ്രഞ്ചുകാരന്റെ പേരെന്താണ്? കോൾബർട്ട് എന്ന വ്യക്തിയാണ്. കൂടെ പഠിച്ചോണം, ഫ്രഞ്ചുകാര് ആദ്യമായിട്ട് ഇന്ത്യയിൽ എവിടെ സ്ഥാപിച്ചു? ഫാക്ടറി. ഫ്രഞ്ചുകാര് ആദ്യമായിട്ട് ഇന്ത്യയിലെ എവിടെ സ്ഥാപിച്ചു? ഫാക്ടറി, സൂററ്റ്. സ്ഥാപിച്ച വർഷം 1668. അപ്പൊ 664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1668 ഫസ്റ്റ് ഫാക്ടറി സൂററ്റ്. ഇനി ഓർത്ത് വെച്ചേക്കണം, മയ്യഴിയിലെ ഫ്രഞ്ച് കോട്ട, മയ്യഴിയിലെ ഫ്രഞ്ച് കോട്ട സ്ഥാപിച്ച വർഷം എന്നാണ്? 1724. അപ്പൊ 1724 മയ്യഴിയിലെ ഫ്രഞ്ച് കോട്ട. മയ്യഴി ഗാന്ധി ആരാണ്? നമുക്കറിയാം അല്ലേ, IK കുമാരൻ മാസ്റ്റർ. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ, ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട പുഴയാണ് ഏത്? മയ്യഴി പുഴ. ഇനി ഓർത്തു വെച്ചേക്കണം, ഈ ഫ്രഞ്ചുകാരുമായിട്ട് ഇംഗ്ലീഷുകാർ യുദ്ധം ഉണ്ടായി. ആ യുദ്ധങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ഫ്രഞ്ചുകാരുമായിട്ട് ഇംഗ്ലീഷുകാര് ഇന്ത്യയിൽ വെച്ച് യുദ്ധമുണ്ടായ സ്ഥലമാണ് ഏത്? കർണാട്ടിക്. അപ്പൊ ചോദിക്കാം, കർണാട്ടിക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ സ്ഥലമാണ്? തമിഴ്നാട്. കൂടെ ഓർത്ത് വെച്ചേക്കണം, ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഡച്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ഏത്? വാണ്ടിവാഷ് യുദ്ധം. എക്സാമിന് പ്രീവിയസ് ആയത് വാണ്ടിവാഷ് എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? അപ്പൊ അതും ഏതാ ആൻസർ? തമിഴ്നാട്. ആ വാണ്ടിവാഷ് യുദ്ധം ഉണ്ടായ വർഷമാണ് ഏത്? 1760. അപ്പൊ 1760 യുദ്ധമാണ് ഏത്? വാണ്ടിവാഷ് യുദ്ധം. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഫ്രഞ്ച് ആധിപത്യം അവസാനിച്ച വർഷം 1954. ഓർത്തു വച്ചേക്കണം, 954 ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഫ്രഞ്ച് ആധിപത്യം അവസാനിച്ചത്. ഫ്രഞ്ചുകാർക്ക് തൊട്ടു മുൻപ് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസ് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പഠിച്ചു തുടങ്ങാം. കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ നമ്മളൊക്കെ എത്ര പ്രാവശ്യം വായിച്ചതാ അല്ലേ? കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ചാടിക്കേറി ക്യാപ്റ്റൻ കീലിങ്ങിനെ കറപ്പിച്ചേക്കരുത്. എന്താണ് ആൻസർ? മാസ്റ്റർ റാൽഫിച്ച് അല്ലെ? ആ മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിൽ വന്ന വർഷമാണ് 1583. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അതുകൊണ്ടാണ് അക്ബറിന്റെ സദസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ എന്ന് പറയുമ്പോൾ ആരാ ആൻസർ? മാസ്റ്റർ റാൽഫിച്ച്. ഈ മാസ്റ്റർ റാൽഫിച്ചിന്റെ പാത പിന്തുടർന്നുകൊണ്ട് കുറെ ഇംഗ്ലീഷുകാർ ഇവിടേക്ക് എത്തി. അതുകൊണ്ട് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിമാരാണ്? അത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരന്റെ പേരെന്താണ്? ക്യാപ്റ്റൻ കീലിംഗ്. ആ ക്യാപ്റ്റൻ കീലിംഗ് ഇവിടെ വന്ന വർഷം ഏതാണ്? 1615. അപ്പൊ ക്യാപ്റ്റൻ കീലിംഗ് കച്ചവടത്തിനായിട്ട് കേരളത്തിലേക്ക് എന്ന് വന്നു? 1615 അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമാണ് ഏത്? 1600 ഡിസംബർ 31. പഠിക്കുമ്പോൾ ആ
ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600 ഡിസംബർ 31. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേരാണ് ജോൺ കമ്പനി. ആദ്യകാല പേരെന്താണ്? ജോൺ കമ്പനി. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് കാരണമായ കച്ചവട സംഘത്തിന്റെ പേരാണ് മർച്ചന്റ് അഡ്വഞ്ചേഴ്സ്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് കാരണമായ കച്ചവട സംഘത്തിന്റെ പേരെന്താണ്? മർച്ചന്റ് അഡ്വഞ്ചേഴ്സ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ കച്ചവടത്തിനായിട്ട് വന്ന ഇംഗ്ലീഷുകാരന്റെ പേരാണ് ജോൺ മിൽഡൺ ഫാള്. ആ പേര് മറന്നു പോകല്ലേ. അപ്പൊ ജോൺ മിൽഡൺ ഫാളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്ന ഇംഗ്ലീഷുകാരന്. അത്രയും പോയിന്റ്സ് അവിടെ ഓർത്ത് വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കാര്യാലയം ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് 1608. അങ്ങനെയാണെങ്കിൽ ഓർത്ത് വെച്ചേക്കണം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സംഘം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വർഷം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സംഘം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വർഷം 1608. ആ സംഘത്തെ നയിച്ചത് വില്യം ഹോക്കിൻസ്. വന്നിറങ്ങിയ കപ്പലിന്റെ പേര് ഹെക്ടർ അല്ലെ. അപ്പൊ കപ്പലിന്റെ പേരെന്തുവാ? ഹെക്ടർ. വന്ന വർഷം 1608. സംഘത്തെ നയിച്ചത് വില്യം ഹോക്കിൻസ്. വന്നിറങ്ങിയ സ്ഥലമാണ് സൂററ്റ്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ഈ ഒരു സമയത്തെ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആരാണ്? ജഹാംഗീർ ആണ്. പരസ്പരം മാറല് എന്ന് വെച്ചാൽ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി അക്ബർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സംഘം ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ജഹാംഗീർ. അതുകൊണ്ടാണ് ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസും തോമസ് റേ. പറഞ്ഞ പേരെന്തൊക്കെയാ? വില്യം ഹോക്കിൻസും തോമസ് റേയുമാണ് ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാര്. അവിടെ മറന്നുപോകല്, ഒരുപാട് തവണ എക്സാമിന് പ്രീവിയസ് ആയ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം. ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? സംഭവം ഒന്നുമില്ല. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം 1858. എത്ര പറഞ്ഞ വർഷം? 1858. ഒടുവിലായിട്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യയില് ആദ്യമായിട്ട് സ്ഥാപിച്ച കോട്ടയാണ് ഏത്? സെന്റ് ജോർജ് കോട്ട. മദ്രാസിലാണ്. സെന്റ് ജോർജ് കോട്ടയാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച കോട്ട. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? യൂറോപ്യന്മാരുടെ ആഗമനമാണ് പഠിച്ചത് അല്ലെ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.